ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഇന്നലെ ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലാനിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബൈയിങ് ആണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ലെവലിൽ നമ്മൾ ബൈയിങ് ചെയ്തു. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണെന്ന് തോന്നുന്നു ഞാൻ ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്ത ആ ഒരു നിമിഷം തന്നെ ഞാൻ പുട്ട് സൈഡ് എൻട്രി എടുത്തു. ഈ ഒരു ക്യാൻഡിലാണ് കോൾ സൈഡ് എക്സിക്യൂട്ട് ചെയ്തത്. ആ ഒരു ക്യാൻഡിൽ തന്നെ ഞാൻ പുട്ട് സൈഡ് എൻട്രി എടുത്തു. പിന്നെ അത് എക്സിറ്റ് ചെയ്തത് ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു വലിയ ക്യാൻഡിലാണ് എക്സിറ്റ് ചെയ്തത്. ഇന്നലെ വളരെ ഡിഫിക്കൾട്ടായിരുന്നു ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കോൾ പോവാൻ ഓക്കെയാണ്, പക്ഷേ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യണോ അതോ പുട്ട് സൈഡ് എടുക്കണോ എന്നുള്ളത് നല്ല ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ എന്താണ് തീരുമാനിച്ചതെന്ന് വെച്ചാൽ മാക്സിമം എനിക്ക് കോസ്റ്റെങ്കിലും ഇറങ്ങണം എന്നുള്ളൊരു ഡിസിഷനിലാണ് ഞാൻ പിന്നെ ഇത് കട്ട് ചെയ്ത ശേഷം പുട്ട് സൈഡ് എടുത്തത്. അതായത് എൻ്റെ ഡിസിഷൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മാക്സിമം എനിക്ക് കോസ്റ്റ് ഇറങ്ങണം എന്നുള്ളതാണ്. അതായത് ഇത് ഞാൻ 50 പോയിന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 50 പോയിന്റ് തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ കോസ്റ്റ്. അപ്പോൾ മാക്സിമം ഞാൻ ആ ഒരു റിസ്ക് മാത്രമാണ് എടുത്തത്. അപ്പോൾ ആ ഒരു റിസ്കിൻ്റെ പുറത്താണ് ഞാൻ പിന്നെ അത് പുട്ട് സൈഡ് പോകാമെന്നുള്ളൊരു ചെയ്തത്. ഇവിടെയൊക്കെ സൈഡ് വൈസ് ആയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ സൈഡ് വൈസ് ആകുമ്പോൾ എന്തായാലും 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ സൈഡ് വൈസ് ആയിട്ട് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓൾറെഡി അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, ഒരു മൂവ്മെൻറ്റ് പിന്നെ ഒരു കൺസോളിഡേഷൻ, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് അപ്പ് സൈഡ്, ഇങ്ങനെ ഫ്ലാഗ് പാറ്റേൺ എന്നൊക്കെ പറയും. എനിക്ക് ഞാനിപ്പോൾ അതൊന്നും ഫോളോ ചെയ്യാറില്ല. ചില സമയത്ത് ബ്രേക്ക് ഔട്ട് വരുന്നത് ഡൗൺ ആയിരിക്കും, കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡിസിഷൻ മാറ്റിയിട്ട് പുട്ട് സൈഡോട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതേതായാലും ഡിസിഷൻ കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം 12th അന്ന് മിസ്സായിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 100 പോയിന്റ് മിസ്സായിപ്പോയിന്ന്. അതായത് ഞാനിവിടെ എക്സിറ്റ് ചെയ്ത് പോയി ജസ്റ്റ്. പക്ഷേ 200 പോയിന്റ് വരെ ഞാൻ വെക്കാറുണ്ട്, അത് ഞാൻ വെക്കാതെ എക്സിറ്റ് ചെയ്ത് പോയി. നേരത്തെ എക്സിറ്റ് ചെയ്ത് പോയി. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് എനിക്ക്. ഇവിടെ ആയിരുന്നു എക്സിറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് 100 പോയിന്റ് ഇവിടെ മിസ്സായി. ആ മിസ്സായ 100 പോയിന്റ് എനിക്ക് ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ പ്ലാനിങ് എന്താണെന്ന് നോക്കാം. ഫ്ലാറ്റ് ആൻഡ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൊക്കെ ബൈയിങ് ആണ് ഞാൻ നോക്കുന്നത്. ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്നാണ് ഞാൻ നോക്കുന്നത് മാക്സിമം. പിന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രം സെല്ലിങ് നോക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ കാര്യം. കുറച്ചും കൂടെ ക്ലിയർ ആണ് വ്യൂ. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അൺസർട്ടൺ ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ പ്ലാന്. സോ ലെറ്റ്സ് സീ ഇൻ ദ ലൈവ് മാർക്കറ്റ്.